എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വൈറ്റ് ഡോയില് കാണാൻ നല്ല ഭംഗിയില്ലേ? നമുക്കും ഇതുപോലൊരു ഡോയില് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ അതിന് ഞാനിവിടെ നമ്മൾ സാധാ ആക്രിലിക് യാണും 3mm ക്രോഷ്യ ഹുക്കും ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ 2 സെറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഡോയില് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു മാജിക് റിങ് ചെയ്യുക. ആദ്യം ഒന്ന് കയ്യിൽ ആ നൂല് ചുഴറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഹുക്ക് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് യാണൊന്ന് വലിച്ചിട്ട് നമ്മളത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ റിങ്ങിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആദ്യം ഒരു 3 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ടോട്ടൽ 16 ഡബിൾ ക്രോഷ്യേസ് ആട്ടോ ഈ റൗണ്ടിൽ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ 3 ചെയിനിനെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുക. ബാക്കിയൊരു 15 ഡബിൾ ക്രോഷ്യേസ് കൂടെ നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മളത് ആ 16 ഡബിൾ ക്രോഷ്യേസ് ഇവിടെ ചെയ്തെടുത്തു. നമ്മൾ ആ ഫസ്റ്റ് 3 ചെയിൻസ് ചെയ്തതിൽ മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, റൗണ്ട് ക്ലോസ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ആദ്യം 3 ചെയിൻസ് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക. അതായത് 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൽ ചെയ്യുക, ഒരു ചെയിൻ ഇടുക, ഒരെണ്ണം സ്കിപ്പ് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഒരു 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക, ഒന്ന് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് ചെയ്താലോ? അങ്ങനെ നമ്മളത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട റൗണ്ട് ക്ലോസ്. ഇനി ആ ഫസ്റ്റ് ചെയിൻ സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെക്കൻഡിൽ ഒരു ഡബിൾ ക്രോഷ്യ, തേർഡിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ചെയിൻ ഇടുക. പിന്നെ അടുത്ത സെറ്റിലും ഇതേപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളത് ആ റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട റൗണ്ട് ക്ലോസ് ചെയ്യും. ഇനി നെക്സ്റ്റ് റൗണ്ടിലും സെയിം 3 ചെയിൻസ് ഇടുക. സെയിം ഫസ്റ്റത്തെ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഫസ്റ്റ് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ, സെൻറ്ററിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ, 2 സ്റ്റാർട്ടിങ്ങിലും എൻഡിലും വരുന്ന ചെയിൻസിൽ 2 ഡബിൾ ക്രോഷ്യ വീതം. ഫസ്റ്റും ലാസ്റ്റും ഈ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ ഇടുക. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മളിത് ആ റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിലും നമ്മൾ ഇൻക്രീസ് തന്നെയാണ്. 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ലാസ്റ്റിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ.
ഫസ്റ്റും ലാസ്റ്റും ഈ 2 ഡബിൾ ക്രോഷ്യ, ദെൻ സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ ഇടുക. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നമ്മൾ ആ ഇൻക്രീസിങ് റൗണ്ട്സൊക്കെ നമ്മളിതിന് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റത്തെ 2 എണ്ണം നമ്മൾ ഒരെണ്ണമായിട്ടാണ് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് എടുക്കുക, ടുഗദർ ചെയ്യുക. സെൻറ്ററിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ, ലാസ്റ്റത്തെ 2 ഡബിൾ ക്രോഷ്യയോടെ ഒരു ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യാം. നമുക്ക് ആ സെൻറ്ററിലെ ഡബിൾ ക്രോഷ്യേഴ്സൊക്കെ ചെയ്തെടുക്കാം. ഇനി ആ 2 എണ്ണം നമുക്ക് ഒരെണ്ണമായിട്ട് ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് വെക്കുക. ദെൻ അടുത്ത ഡബിൾ ക്രോഷ്യയും കൂടി എടുത്തിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യത്തെ 2 എണ്ണത്തിൽ പിന്നെ ഒന്നായിട്ട് എടുക്കുക, ഒരു ചെയിൻ ഇടുക. സെൻറ്ററിലാണ് നമ്മളൊരു ചെയിൻ സ്പേസ് ഇട്ട സ്ഥലത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇടുക, ഒരു ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക, ഒരു വി സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ഒരു ചെയിൻ ഇടുക. ഇനി 2 ഡബിൾ ക്രോഷ്യ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആക്കുക. ആദ്യം ഒന്ന് ചെയ്തു, പകുതി ചെയ്ത് വയ്ക്കുക, അടുത്തത് ചെയ്യുക, രണ്ടും കൂടെ ഒന്നാക്കുക. അങ്ങനെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യേസ് സെൻറ്ററിൽ ചെയ്തിട്ട് ഫസ്റ്റും ലാസ്റ്റും നമ്മൾ എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ഓക്കെ, സെൻറ്ററിൽ നമ്മൾ ആ ചെയിൻ സ്പേസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, ഫസ്റ്റും ലാസ്റ്റും ഓരോ ചെയിൻസും ഇടുക. നമുക്ക് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മളത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത റൗണ്ട് നമ്മൾ ഡിക്രീസ് തന്നെയാണ്. ആദ്യത്തെ 2 എണ്ണം നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആക്കുക, 2 ഡബിൾ ക്രോഷ്യ നമ്മൾ സിംഗിൾ ഡബിൾ ക്രോഷ്യ ആക്കി. ദെൻ സെൻറ്ററിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ, നോർമൽ ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. ദെൻ ലാസ്റ്റ് ഒരു ഡിക്രീസ്. നമ്മൾ പിന്നെ ആ ഒരു വി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന സ്പേസിൽ നമ്മളിത് ഡിക്രീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഒരു പകുതി ചെയ്ത് വയ്ക്കുക. ദെൻ അടുത്ത ഡബിൾ ക്രോഷ്യയിലും പകുതി ചെയ്തിട്ട് അതൊന്നായിട്ട് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആക്കുക, 2 ചെയിൻസ് ഇടുക. ദെൻ ആ വി സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ ഇടുക. വീണ്ടും നമ്മൾ ഫസ്റ്റും ലാസ്റ്റും 2 ഡിക്രീസ്, സെൻറ്ററിൽ ഡിക്രീസ് ഇൻക്രീസ് ഒന്നുമില്ല, ഒരേപോലെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ട് നമുക്ക് ഡിക്രീസ് തന്നെ, ഇനി ഫുൾ റൗണ്ടും ഡിക്രീസ്. നമ്മൾ ലാസ്റ്റ് ഒരൊറ്റ ഡി സി ആകുന്ന വരെ ചെയ്യാം. ഇനി ആദ്യത്തെ 2 ഡബിൾ ക്രോഷ്യ സിംഗിളാക്കുക, സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ വരും. നമുക്ക് 3 ഡബിൾ ക്രോഷ്യേഴ്സ് ആയിട്ട് കുറഞ്ഞു. രണ്ടും കൂടെ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി 2 ചെയിൻസ് ഇടുക. ഇനി ആ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, സെക്കൻഡിൽ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക. ദെൻ വീണ്ടും ആ 2 ഡി സിൻ്റെ മേലെ ഓരോ ഡി സി ചെയ്യുക, 2 ചെയിൻസ് ഇടുക, വീണ്ടും ഡിക്രീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ
ആ റൗണ്ട് ഇതാ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ആ 3 ഡബിൾ ക്രോഷിയോടെ ഒരൊറ്റ ഡബിൾ ക്രോഷി ആക്കുക. 3 DC ടുഗദർ ചെയ്യുക. 3 ചെയിൻസ് ചെയ്തു. നമ്മൾ ആ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷി ഹാഫ് HDC ചെയ്ത് വെച്ചു. സെക്കൻഡത്തെ ചെയ്തു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു ചെയിൻ ഇട്ടു. ദെൻ ആ ഫസ്റ്റ് DCയിൽ ഒരു ഡബിൾ ക്രോഷി ചെയ്യുക, ഒരു ചെയിൻ ഇടുക. അടുത്തതിലും ഒരു ഡബിൾ ക്രോഷി ചെയ്യുക, ഒരു ചെയിൻ ഇടുക. അതിൻ്റെ അടുത്തതിലും ഒരു ഡബിൾ ക്രോഷി ചെയ്യുക, ഒരു ചെയിൻ ഇടുക. സെൻറ്ററിൽ നമ്മൾ ആ 3 ചെയിൻസ് ചെയ്ത സ്പേസിൽ 3 സിംഗിൾ ഡബിൾ ക്രോഷി, ഒരു ഡബിൾ ക്രോഷി, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷി, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷി, ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷീസ് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷി കഴിഞ്ഞാൽ ഓരോ ചെയിൻസ്. വീണ്ടും നമുക്ക് ആ 3 ഡബിൾ ക്രോഷീസ് ഇല്ലേ, അതിൻ്റെ മേലേക്ക് ഓരോ ഡബിൾ ക്രോഷി, ഓരോ ചെയിൻ, അങ്ങനെ ചെയ്തെടുക്കുക. നമുക്കത് ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ വീണ്ടും ഒരു ചെയിൻ ഇട്ടു, രണ്ട് ചെയിൻസ് ഇട്ടു, ഒരു ചെയിൻ ഇട്ടു. 3 ഡബിൾ ക്രോഷിയും കൂടെ 3 ഡബിൾ ക്രോഷി ടുഗദർ ചെയ്യാം. ഒരു ചെയിൻ ഇടുക. വീണ്ടും ഇതേപോലെ തന്നെ ഓരോ ഡബിൾ ക്രോഷി, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷി, ഒരു ചെയിൻ എന്നുള്ളതുപോലെ ആ സെറ്റിലും ചെയ്തെടുക്കുക. നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നമ്മൾ ആ റൗണ്ടും ഇതവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു റൗണ്ടും കൂടി ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണം, ഒരു ചെയിൻ ഇടുക. ഇനി അടുത്ത ഡബിൾ ക്രോഷിയൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷി, ആ ചെയിൻ സ്പേസിലും ഒരു ഡബിൾ ക്രോഷി, അങ്ങനെ ആ ഫുൾ സ്പേസിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷി ചെയ്യും. അടുത്ത ഡബിൾ ക്രോഷിയൻ്റെ മേലെയും ഒരു ഡബിൾ ക്രോഷിയെ, അടുത്ത ചെയിൻ സ്പേസിലും ഒരു ഡബിൾ ക്രോഷി, അടുത്ത ഡബിൾ ക്രോഷിയൻ്റെ മേലെയും ഒരു ഡബിൾ ക്രോഷിയെ, ചെയിൻ സ്പേസിലും ഡബിൾ ക്രോഷീസ് ചെയ്തിട്ട് എടുക്കുക. നമുക്കത് ചെയ്തിട്ട് വരാം. നമ്മൾ ആ എല്ലാ സ്പേസിലും ഡബിൾ ക്രോഷീസ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ 3 DC ചെയ്തതിൻ്റെ മേലുള്ള ആ ചെയിൻ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷി ചെയ്യുക. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഡബിൾ ക്രോഷീസ് ചെയ്യുക എല്ലാ സ്പേസിലും. ആ 3 DC ടുഗദർ ചെയ്ത സ്ഥലത്ത് ഒരു സിംഗിൾ ക്രോഷി ചെയ്യുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഡോയിലി എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് ടേബിളിലൊക്കെ ഇടാൻ നല്ല ഭംഗിയുണ്ടാകും. അതിൻ്റെ മേലെ ഫ്ലവർ വൈസൊക്കെ വെച്ചിട്ട് നമുക്കത് കുറച്ചുകൂടെ ഭംഗിയാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ഡോയിലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു പാറ്റേണിൽ കാണാം. അതുവരേക്കും താങ്ക് യു.